ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യണത് ക്രൗൺ പെർഫ്യൂംസ്, അതായത് അൽ റിഹാബ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെ ചെൽസിയെ മെൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂമാണ്. ഇതൊരു ഫ്രഷ് കൈൻഡ് ആയിട്ടുള്ള ഒരു സെൻറ്റാണ്. ഇതിപ്പോൾ മെയ്ഡ് ഇൻ UAE ആണ് വരുന്നത്. www.alrihab.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ആ വെബ്സൈറ്റിൽ നമുക്ക് ഇക്കോം വെബ്സൈറ്റായിട്ട് ഞാൻ കണ്ടില്ല. പക്ഷേ മറ്റ് ഇപ്പോൾ ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ ഇതിൻ്റെ റോൾ ഓൺസ് ധാരാളം അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ പെർഫ്യൂം ഇതിപ്പോൾ 50 ml പെർഫ്യൂമാണ്. അങ്ങനെ പെർഫ്യൂമായിട്ട് അവൈലബിൾ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഓയിൽ ഈസിലി അവൈലബിൾ ആണ്. 6 ml ആണ് യൂഷ്വലി വരുന്നത്. ഒരു 260 അത്രയൊക്കെയാണ് അതിൻ്റെ കോസ്റ്റും വരാറുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ പെർഫ്യൂം എന്ന് പറയുമ്പോൾ 50 ml ആണ്. ഇതിൻ്റെ ബോട്ടിൽ ഇങ്ങനെയാണ് വരുന്നത്. വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോട്ടിലാണ്. ഇതിൻ്റെ കോസ്റ്റ് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ആക്ച്വലി എനിക്കൊരു ആൾ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇതിൻ്റെ ക്യാപ്പ് ഒരു മെറ്റാലിക് കോട്ടിങ്ങുള്ള ഒരു പ്ലാസ്റ്റിക് ക്യാപ്പാണ് വരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് അറ്റമൈസറാണ് ഇതിൻ്റെ. പക്ഷേ അതിൻ്റെ ഒരു സ്പ്രേയിങ് കപ്പാസിറ്റി നല്ല ഇമ്പ്രസീവാണ്. അത്യാവശ്യം സ്പ്രേയിങ് നടക്കുന്നുണ്ട്. അതിൽ നന്നായിട്ട് സ്പ്രെഡായിട്ടും പോകുന്നുണ്ട്. ഇതിൻ്റെ ഒരു നോട്ട്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് നോട്ടിൽ നമുക്ക് സ്പ്രേ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ജാസ്മിൻ, അതല്ലെങ്കിൽ ജാസ്മിൻ നോട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്രഷറായിട്ടുള്ള ഫ്രഷ് ഫീൽ നമുക്ക് വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീൻ ആയിട്ടുള്ളൊരു ഫീൽ നമുക്ക് വരും. അപ്പോൾ അതായത് ഒരു നല്ലൊരു പ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്രഷ് നോട്ട്സാണ് ഇതിൽ നിന്ന് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ചൊന്ന് ഡ്രൈ ഡൗൺ ആയിക്കഴിഞ്ഞാൽ വിത്തിൻ ഒരു 5 to 10 minutes ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ മൈൽഡായിട്ടുള്ള ഊതിൻ്റെ സ്മെല്ലും അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഫ്ലോറലിൻ്റെ സ്മെല്ല് മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും ഇതിൻ്റെ ബേസ് നോട്ടിൽ എന്ന് പറയുന്നത് ആംബറും സാഫ്രോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് സ്വീറ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലായിരിക്കും അതിൻ്റെ ബേസ് നോട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ. ബേസ് നോട്ട് എന്ന് പറയുമ്പോൾ ഒരു ആഫ്റ്റർ ഒരു 45 minutesലൊക്കെ നമുക്ക് പിന്നെ ബേസ് നോട്ടിലേക്കാണ് ഇത് പോകുന്നത്. ഞാനിത് ഒരു തവണ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് അറൗണ്ട് ഒരു 2 hours വരെ ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ, ഒരു 1 hour 1.5 മാക്സിമം അതിൻ്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുകയും ഒരു 3 to 4 hours ആണ് ഇതിൻ്റെ ലോഞ്ചിവിറ്റി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാനത് ഒരു ഫസ്റ്റ് ട്രയൽ മാത്രമേ നടത്തിയിട്ടുള്ളൂ. എനിക്ക് ഇനിയും കുറച്ചും കൂടിയും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വെതർ കണ്ടീഷൻസിലൊന്ന് ട്രയൽ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള രീതിയിൽ പറഞ്ഞാൽ നമുക്കൊരു 4 hours വരെയൊക്കെ ഇതിൻ്റെ ലോഞ്ചിവിറ്റി കിട്ടും. എനിക്ക് ഇതിൻ്റെ കോസ്റ്റ് എക്സാക്റ്റ് അറിയില്ല, പക്ഷേ അത്ര കോസ്റ്റ് വരാൻ സാധ്യതയില്ല. നമുക്ക് മാക്സിമം പോയി ഒരു 500 rupees ഒക്കെയാണ് ഇതിൻ്റെ വരാൻ സാധ്യതയുള്ളത്. അപ്പോൾ ആ ഒരു വാല്യൂ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വർത്തായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരിക്കലും നമുക്കത് ഒരു ഒഫൻസീവായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. നമുക്കൊരു ഓഫീസ് യൂസ് ആയിട്ടോ സമ്മർ ടൈമിൽ നമുക്ക് ഔട്ട്ഡോറിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ആരും ഒരു ഒഫൻസീവായിട്ടുള്ളൊരു സ്മെല്ലാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല. പക്ഷേ അത് അത്രയും നിങ്ങൾക്കൊരു കോംപ്ലിമെൻറ്റ്സ് ഗെറ്ററാണോ എന്ന് ചോദിച്ചാൽ അതും ആയൊന്നും വരില്ല. പക്ഷേ നമുക്കൊരു സമ്മർ ടൈമിൽ അല്ലെങ്കിൽ ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഒരു പെർഫ്യൂമാണ് ഇത്. അപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നവർ നോക്കി യൂസ് ചെയ്യുക, അഭിപ്രായം പറയാം. ഓക്കെ, താങ്ക് യു.